ഹായ് എവരിവൺ. വെൽക്കം ബാക്ക് ടു മൈ വീഡിയോസ്. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ തൃശ്ശൂരിലുള്ള ഷൊർണൂരിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു സ്റ്റേക്കേഷന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങൾ ഇന്നലെ എത്തിയതാണ്. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ സമയം. ഇന്നലെ ഞങ്ങളൊരു 2:30-3 മണിയായപ്പോൾ ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു. പിന്നെ ഇങ്ങോട്ട് പുറത്തോട്ടേക്കൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോകണം. അതിനു മുമ്പ് ഞാനൊരു ആയുർവേദ ഫുഡ് മസാജ് ഉണ്ട് ഇവിടെ. ആയുർവേദത്തിൻ്റെ ഫുഡ് മസാജ്, ഹെയർ സ്പാ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു ഫുഡ് മസാജ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ഇനിയും വോയിസ് ഓവർ ഇട്ടേക്കാം കേട്ടോ. ഇനി വോയിസ് ഓവർ ആയിരിക്കും ഞാൻ ഇടുന്നത്, അല്ലാതെ പറയുന്നില്ല. ഓക്കെ, ഇത് എക്കോ ഗാർഡൻ എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. ചെറുതുരുത്തിയിലാണിത് ഈ റിസോർട്ടുള്ളത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. റിസോർട്ട് ഭയങ്കര വലുതാണ്. അത്യാവശ്യം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ, ആ വഴി പോകുമ്പോൾ ഒരുപാടുണ്ട്. അങ്ങോട്ടൊക്കെയാണ് റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത്. റെസ്റ്റോറൻറ്റ്, പൂള്, അതൊക്കെ പൂള്, ജിമ്മുണ്ട് അവിടെ. അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ ആയുർവേദത്തിൻ്റെ അതുണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി കാണിക്കാം. അവിടുത്തെ പൂളും കാര്യങ്ങളെല്ലാം കാണിക്കാം കേട്ടോ. പിന്നെ ആയുർവേദത്തിൻ്റെ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ പോകണം. ഇന്ന് ഞങ്ങൾ ഭാരതപ്പുഴയൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പോവും. ലുലു മാള്, ശോഭ സിറ്റി മാളിൽ, അല്ലെങ്കിൽ ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്ന മാളല്ലേ നമ്മുടെ അവിടെ തൃശ്ശൂരിലുള്ളത്, അവിടെ പോവും. അങ്ങനെ ഓക്കെ. ഞാനിനി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കട്ടെ. ഇനി അടുത്ത് ആയുർവേദ ഫുഡ് മസാജിന് പോകാനാണ് ഇരിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ഒന്ന് എടുത്ത് തരുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. നമുക്കിരുന്ന് ആടാൻ പറ്റിയൊരു ഊഞ്ഞാലുണ്ട്. പിന്നെ ഉള്ളത് കുറച്ച് ചെടികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് റോസാപ്പൂവും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ആ വഴിയാണ് ജിമ്മും പൂളും ആയുർവേദത്തിൻ്റെ അതെല്ലാം, റെസ്റ്റോറൻറ്റും എല്ലാം ഈ വഴി. ഇപ്പോൾ ഈ ആൾ നടന്നു വരുന്നില്ലേ, ആ വഴിയാണ് പോകുന്നത്. അങ്ങോട്ടൊക്കെയുള്ള പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ളത് ഞാൻ കാണിച്ചത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഊഞ്ഞാലാടുന്ന ഫോട്ടോ വീഡിയോ എടുത്തിരിക്കുകയാണ്. പപ്പയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഞാനിങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കുവാണ്. ഈ ഊഞ്ഞാലിങ്ങനെ മേക്കോന്നായിരുന്നു ഇരിക്കുന്നത്. കെട്ടിയത് നേരജുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആടുന്നത്. നേരജു ആടുന്നില്ല ഇപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂളുള്ളത്. ഇത് കിഡ്സിൻ്റെ സ്വിമ്മിംഗ് പൂളാണ്, അല്ലാതെ മറ്റേ വലിയവർക്കുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് റിസപ്ഷൻ. പിന്നെ ഇതാണ് സ്വിമ്മിംഗ് പൂൾ. ഇതാണ്. പിന്നെ ഇത് അവിടുത്തെ ഒരു പാറ പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണിത്. കണ്ടോ, ഇതാണ് അവിടുത്തെ ഒരു പാറയാണ്. ഇത് മൊത്തം ഒരു പാറ അവർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പപ്പ ഇപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. ഇതെന്നതാ പപ്പ? ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടി കുറഞ്ഞ കല്ലും പിന്നെ അതിന് മുകളിൽ മണ്ണുമായിട്ട് ഒന്നുകൂടെ പറഞ്ഞേ. പാറ കട്ട് ചെയ്തെടുത്ത പാറമട.
ബൈ ലെയറായിട്ട് കണ്ടോ പാറ, കട്ടിയുള്ള പാറ ഇങ്ങനെ ഭൂമിക്കടിയിലോട്ട് ഇങ്ങനെ ഇത് കിടക്കുക. അതായത് കോടാനുകൂടി വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്ത പാറയാണ്. അപ്പോൾ പപ്പ അവിടെ താണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഇരിക്കുകയാണ്. പപ്പ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ ആലോചിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊന്നും കയറിയില്ല, കാരണം ഞങ്ങൾക്ക് കയറാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കണ്ടോ, നമുക്ക് ഇന്നലെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ എന്നാലും ഇന്നലെ ഒരു 3:30 ആയപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്തത്. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റിയത്. ഞങ്ങൾ ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. ജസ്റ്റ് ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ആയുർവേദ. ഇത് ഇപ്പോൾ കണ്ടത് ഇതാണ് റിസപ്ഷൻ. അപ്പോൾ എനിക്കിനി ഏതായാലും ആയുർവേദത്തിന് മറ്റേ മസാജ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇത് മൂണാണോ സണ്ണാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്തോ ഇത് മൂണിനെ പോലും ഇരിക്കുന്നുണ്ട്, നമ്മുടെ സണ്ണിനെ പോലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ആയുർവേദത്തിൻ്റെ ഇതിന് കയറി. അപ്പോൾ ഇവിടെ വെച്ചാണ് ഞങ്ങൾ ഞാൻ ചെയ്തത് ഫുഡ് മസാജ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ അകത്തെ ഉള്ളതൊന്നും കാണിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിയിൽ നിന്ന് കാണിച്ചാണ്. അപ്പോൾ അതേ കാണുന്ന ആ റൂമിൽ വെച്ചാണ് ഞാൻ ചെയ്തത് മസാജ്. നല്ല മസാജായിരുന്നു കേട്ടോ. നിർവാണ എന്ന് പറയുന്നൊരു ആയുർവേദ മസാജ് അവിടെ തന്നെ ഉള്ള ഒരു മസാജ് സെൻ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. നല്ലൊരു ഇതായിരുന്നു. ബൊഫേ ഒന്നും അല്ലായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് എല്ലാം തന്നെ ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഞങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ അടുത്തത് ഞാനൊരു കാണിക്കാം. ഇത് റൂം ടൂറാണ് കേട്ടോ. ഓക്കെ, റൂം ടൂർ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് വാ. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം കേട്ടോ. ഓക്കെ, അകത്തോട്ടൊന്നും പോകണ്ട. ഇങ്ങോട്ട് വാ. സോ ദിസ് ഇസ് ദ റൂം. ഞങ്ങളിപ്പോൾ യൂസ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഇനി ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് ഇവിടുന്ന്. അപ്പോൾ എല്ലാം അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കോഫി ബാറുണ്ട്, കോഫി കുടിക്കുന്ന ബാറ്. പിന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്. പിന്നെ വി ഹാവ് എ ടി വി ഹിയർ. ഇവിടെ ഒരു ടി വി ഉണ്ട്. പിന്നെ ഇവിടെ ബെഡ് കാണിക്കേ. ആൻഡ് വി ഹാവ് ഹിയർ ഒരു ഇത് ഒരു വിൻഡോ പോലെ. അതിലൂടെ നമുക്ക് പുറത്ത് കാണാം. ഓക്കെ, അപ്പം ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇതാണ് ഹൈലൈറ്റ് മാള്. ഞങ്ങൾ ഭാരതപ്പുഴയിൽ പോയായിരുന്നു, പക്ഷേ അതിൻ്റെ ഫോട്ടോസൊന്നും ഞാൻ അങ്ങനെ എടുത്തില്ല. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോസൊന്നുമില്ല, അതത്ര കാണാൻ മാത്രമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ചും കഴിച്ച് ഞാൻ കുറച്ച് ഷോപ്പിങ്ങും ചെയ്തിട്ട് ഞങ്ങൾ ആക്ച്വലി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഈ തൃശ്ശൂരിലെ വിശേഷങ്ങൾ അപ്പോൾ ഇത്ര ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വ്ലോഗായിട്ട് വരുന്നേക്കും. ടാറ്റ ബൈ ബൈ.